നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്. ഇതിനായി കേരളത്തിലെ റേഷൻ കാർഡിൽ പേര് ഉൾപ്പെട്ടിരിക്കണം. കൂടാതെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കഴിഞ്ഞ 1 വർഷം കൊണ്ട് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ആർജിച്ച ആകെ വരുമാനം 2 ലക്ഷം രൂപ കവിയരുത്. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്? മാരകമായ രോഗങ്ങളായ ക്യാൻസർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, കിഡ്നി, കരൾ, മസ്തിഷ്കം, നാഡീവ്യൂഹങ്ങൾ സംബന്ധമായ രോഗങ്ങൾ, അപകടത്തെ തുടർന്നുള്ള ചികിത്സ എന്നിവയ്ക്കാണ് ധനസഹായം ലഭിക്കുന്നത്. അപകടത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സമാശ്വാസ ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ട്. തീപിടുത്തം മൂലം താമസ വീടിന് നഷ്ടമുണ്ടായാലും ഈ സഹായം ലഭിക്കും. ഉപജീവനാർത്ഥമുള്ള ചെറുകിട കച്ചവട സ്ഥാപനത്തിന് തീപിടുത്തം മൂലം നഷ്ടമുണ്ടായാലും ഈ സഹായത്തിന് അർഹതയുണ്ട്. അതുപോലെ കടൽക്ഷോഭം മൂലം വള്ളം, ബോട്ട്, വല, കട്ടമരം എന്നിവ നഷ്ടപ്പെട്ടാലും സമാശ്വാസ ധനസഹായം ലഭിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിൽ സമാശ്വാസ ധനസഹായം ലഭിക്കുകയില്ല. ആരാണ് അപേക്ഷിക്കേണ്ടത്? കഷ്ടനഷ്ടം അനുഭവിക്കുന്ന വ്യക്തി തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. അങ്ങനെ അപേക്ഷിക്കാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കോ മൈനറുകൾക്കോ പകരം രക്ഷിതാവിന് അപേക്ഷിക്കാം. അപകടമരണം സംബന്ധിച്ച സമാശ്വാസ ധനസഹായത്തിന് അനന്തരാവകാശികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മരണപ്പെട്ടയാളുടെ അനന്തരാവകാശികളെ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ലീഗൽ പ്രസം എന്ന ഈ ചാനലിൽ പ്രത്യേകം വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. സമയം ലാഭിക്കാൻ വേണ്ടി അത് ഇവിടെ വിവരിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് താഴെ ചേർത്തിട്ടുണ്ട്. കാർഡുകൾ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ സമാശ്വാസ ധനസഹായം ഒരു നഷ്ടപരിഹാര തുകയല്ല. ദുരിതം അനുഭവിക്കുന്ന കുടുംബത്തിന് തികച്ചും സമാശ്വാസ സഹായം എന്ന നിലയിൽ മാത്രമാണ് ഇവിടെ ധനസഹായം നൽകുന്നത്. എല്ലാ അനന്തരാവകാശികളും സമ്മതപത്രം ഒരു അവകാശിക്ക് നൽകണം. ആ അവകാശി ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, വാതം തുടങ്ങിയവയ്ക്ക് ചികിത്സാ ധനസഹായം ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്നും ചികിത്സിച്ച ഡോക്ടർ ഇതിലേക്ക് രോഗവിവരങ്ങൾ, എടുത്ത ചികിത്സയുടെ വിവരങ്ങൾ, ചെലവായ തുക, കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചികിത്സയ്ക്കുള്ള ചെലവ് ഇവ സർട്ടിഫൈ ചെയ്ത് ഓഫീസിൽ പതിപ്പിച്ച് തരും. മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ചികിത്സ സൗജന്യമാണെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ഇതിനായി പ്രത്യേകം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോറം ഉണ്ട്. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് 6 മാസത്തിനകം അപേക്ഷിക്കണം. തീപിടുത്തമാണെങ്കിൽ സംഭവം നടക്കുമ്പോൾ ഉടൻ ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, റവന്യൂ അധികാരികൾ എന്നിവരെ അറിയിച്ചിരിക്കണം. നാശനഷ്ടങ്ങളുടെ കണക്ക്, തീപിടുത്തത്തിനുള്ള കാരണം ഇവ ഫയർ ആൻഡ് റെസ്ക്യൂ തിട്ടപ്പെടുത്തും. പോലീസ് FIR ഇട്ട് അതിൻ്റെ പകർപ്പ് തരും. റവന്യൂ അധികാരികൾ സംഭവ വിവരം ദുരന്ത നിവാരണ രേഖകളിൽ ഉൾപ്പെടുത്തും. ഫയർ ആൻഡ് റെസ്ക്യൂ റിപ്പോർട്ട്, FIR എന്നിവ സഹിതമാണ് അപേക്ഷ ഓൺലൈനായി നൽകേണ്ടത്. അപേക്ഷയിൽ അന്വേഷണം നടക്കുമ്പോൾ റവന്യൂ അധികാരികൾ നഷ്ടശതമാനം കണക്കാക്കും. ഈ അപേക്ഷാ നടപടികൾ പൂർണ്ണമായും സുതാര്യമായാണ് നടപ്പിലാക്കുന്നത്. ഓൺലൈനിൽ cmo.kerala.gov.in എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയിൽ അപേക്ഷകൻ നിലവിൽ താമസിച്ചു വരുന്ന വിലാസമാണ് രേഖപ്പെടുത്തേണ്ടത്. അപേക്ഷകനെ ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ തീർച്ചയായും രേഖപ്പെടുത്തണം. റവന്യൂ അധികാരികൾ അന്വേഷണം നടത്തുമ്പോൾ ഈ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിലേ അപേക്ഷകനെ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയൂ. എന്നു മാത്രമല്ല, അപേക്ഷ ഓൺലൈനിൽ സമർപ്പിച്ചു കഴിയുന്നതു മുതലുള്ള എല്ലാ നീക്കങ്ങളും അപ്പോൾ അപേക്ഷകരുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും സന്ദേശമായി ലഭിക്കുന്നതാണ്. അർഹതയുള്ള കേസുകളിൽ സമാശ്വാസ ധനസഹായം അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായിരിക്കണം. അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട മറ്റു രേഖകൾ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, തീപിടുത്തമാണെങ്കിൽ അതിനുള്ള രേഖകൾ, അപകടമരണമാണെങ്കിൽ FIR,
കോടതി കേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ, മരണ സർട്ടിഫിക്കറ്റ് എന്നിവയാണ്. അപകട മരണത്തിൽ മരണം നടന്ന് 1 വർഷം കഴിയുന്നതിന് മുൻപ് അപേക്ഷിച്ചിരിക്കണം. തീപിടുത്തം, കടൽക്ഷോഭം, ഗുരുതര രോഗങ്ങൾ ഇവയിൽ 6 മാസത്തിനകം അപേക്ഷിച്ചിരിക്കണം. ഇതിന്റെ അപേക്ഷാ ഫോറം 25/5/2022 സർക്കാർ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പുതുക്കിയ ഫോറം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് പ്രിന്റ് എടുത്ത് പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം cmo.kerala.gov.in എന്ന സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതിനുള്ള ഒരു ഡെമോ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതാണ്. എന്നിട്ടും പ്രയാസമുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കാവുന്നതാണ്. MP, MLA മാരുടെ ഓഫീസുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അപേക്ഷ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇനി ഓൺലൈനിൽ അപേക്ഷിക്കുന്നതിനുള്ള ഡെമോ കാണാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി www.cmo.kerala.gov.in എന്ന സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഒരു ലോഗിനും പാസ്വേഡും കിട്ടും. ഇതിനായി നമ്മുടെ പേര്, വിലാസം, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ബയോഡേറ്റ ഫോറത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപേക്ഷിക്കാൻ വേണ്ടതായ രേഖകൾ: 1 റേഷൻ കാർഡ്, 2 ആധാർ കാർഡ്, 3 ബാങ്ക് പാസ്ബുക്ക്, 4 മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, 5 അപേക്ഷ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അപേക്ഷ ഇവ തയ്യാറാക്കാനുള്ള ഫോറം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് തയ്യാറാക്കി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ബയോഡേറ്റ ഫിൽ ചെയ്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇവ കൂടി നൽകണം. തുടർന്ന് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡിൽ ലോവർ കേസ്, അപ്പർ കേസ്, ഡിജിറ്റ്, സിംബൽ എന്നിവയാണ് വേണ്ടത്. ഇവ സേവ് ചെയ്ത് കഴിയുമ്പോൾ യൂസർ രജിസ്റ്റേർഡ് എന്ന മെസ്സേജ് വരും. ഇനി ഈ ലോഗിൻ ID ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ 2 ഓപ്ഷൻസ് കാണാം: Cmdrf, CMO. നമ്മൾ ഇപ്പോൾ Cmdrfലേക്കാണ് പോകുന്നത്. അത് സ്ഥിരീകരിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും. ഇവിടെ ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ട്. ആധാർ കാർഡ് നമ്പർ അല്ലെങ്കിൽ റേഷൻ കാർഡ് നമ്പർ കൂടാതെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് OTP ജനറേറ്റ് ചെയ്യണം. കൺസെന്റ് നൽകി സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ യൂസർ ബോർഡ് കാണാം. ഇവിടെ പുതിയ അപേക്ഷ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ അപേക്ഷയ്ക്ക് വീണ്ടും OTP വെരിഫിക്കേഷൻ ഉണ്ട്. OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ 4 ഘട്ടങ്ങളുണ്ട്. 1-ാം ഘട്ടത്തിൽ ഏത് ധനസഹായമാണ് വേണ്ടത് എന്നതിൻ്റെ വിവരം നൽകണം. രണ്ടാം ഘട്ടത്തിൽ വരുമാനവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നൽകണം. മൂന്നാം ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം.
4-ാം ഘട്ടത്തിൽ അപേക്ഷ ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇനി അപേക്ഷകനും ഗുണഭോക്താവും ഒരാളാണെന്ന് ടിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കണം. ഇത്തരം സുപ്രധാന വിവരങ്ങൾ യഥാസമയം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.